നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മദ്രസ ഇടിച്ചു നിരത്തിയതിന് പിന്നാലെ സംഘർഷം. ഉത്തരാഖണ്ഡിൽ 4 മരണം, 250 പേർക്ക് പരിക്ക്. കേരളത്തിനു നൽകിയ കോടികളുടെ കണക്ക് പുറത്തുവിട്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. KSRTC ടെർമിനലിന്റെ ബലക്ഷയം, വിജിലൻസ് റിപ്പോർട്ടിൽ നടപടിയെടുക്കാതെ സർക്കാർ. യുക്രൈനിൽ റഷ്യയെ പരാജയപ്പെടുത്തുക അസാധ്യം, യുദ്ധം വിപുലീകരിക്കാൻ താൽപര്യമില്ലെന്ന് പുടിൻ. പാകിസ്ഥാൻ സെമിയിൽ വീണു. അണ്ടർ-19 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ-ഓസ്ട്രേലിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ അരങ്ങേറിയ വ്യാപക അക്രമ സംഭവങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടു, 250 പേർക്ക് പരിക്കേറ്റു. അനധികൃതമായി നിർമ്മിച്ചതെന്ന് അധികൃതർ കണ്ടെത്തിയ മദ്രസയും സമീപത്തെ മോസ്കും കോടതി വിധിയെ തുടർന്ന് പൊളിച്ചു നീക്കാൻ തുടങ്ങിയതോടെയാണ് സംഘർഷമുണ്ടായത്. വ്യാഴാഴ്ച തന്നെ സംഘർഷം ഉടലെടുത്തിരുന്നു. ഇതേ തുടർന്ന് കർഫ്യൂ ഏർപ്പെടുത്തുകയും കലാപകാരികളെ കണ്ടാലുടൻ വെടിവെക്കാൻ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. പ്രദേശത്ത് ഇന്റർനെറ്റ് സേവനങ്ങൾ നിർത്തിവച്ചിട്ടുണ്ട്. അക്രമ സംഭവങ്ങളെ തുടർന്ന് സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു. മദ്രസയും മോസ്കും പൊളിച്ചു നീക്കാൻ ഉദ്യോഗസ്ഥരും പോലീസും എത്തിയതോടെയാണ് സംഘർഷമുണ്ടായത്. 2 കെട്ടിടങ്ങളും അനധികൃതമാണെന്ന് നേരത്തെ അധികൃതർ കണ്ടെത്തിയിരുന്നു. എന്നാൽ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനുള്ള നീക്കം പ്രതിഷേധത്തിന് ഇടയാക്കി. തുടർന്നുണ്ടായ സംഘർഷത്തിൽ 50 പോലീസുകാർക്ക് പരിക്കേറ്റു. ഉദ്യോഗസ്ഥർക്കും മുനിസിപ്പാലിറ്റി ജീവനക്കാർക്കും മാധ്യമപ്രവർത്തകർക്കും അടക്കം പരിക്കേറ്റിട്ടുണ്ട്. പോലീസിനു നേരെ ജനക്കൂട്ടം കല്ലെറിഞ്ഞതോടെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. തുടർന്നുണ്ടായ സംഘർഷത്തിനിടെ പോലീസ് സ്റ്റേഷന് പുറത്ത് നിർത്തിയിട്ടിരുന്ന നിരവധി വാഹനങ്ങളടക്കം അക്രമികൾ അഗ്നിക്കിരയാക്കി. കനത്ത പോലീസ് സുരക്ഷയോടെയാണ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമം തുടങ്ങിയത്. സർക്കാർ ഭൂമി കയ്യേറി മദ്രസയും മോസ്കും നിർമ്മിച്ചുവെന്നാണ് അധികൃതർ പറയുന്നത്. കോടതി ഉത്തരവിനെ തുടർന്നാണ് കെട്ടിടങ്ങൾ പൊളിക്കാൻ എത്തിയതെന്ന് സീനിയർ പോലീസ് സൂപ്രണ്ട് പ്രഹ്ലാദ് മീണ മാധ്യമങ്ങളോട് പറഞ്ഞു. അധികൃതർ പൊളിച്ചു നീക്കൽ തുടങ്ങിയതോടെ സ്ത്രീകളടക്കം പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. പോലീസിനു നേരെ ജനക്കൂട്ടം കല്ലേറ് തുടങ്ങിയതോടെയാണ് സ്ഥിതിഗതികൾ വഷളായത്. കേരളത്തിന് നൽകിയ കോടികളുടെ കേന്ദ്ര ഫണ്ടിന്റെ കണക്ക് പാർലമെന്റിൽ നിരത്തി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. UPA സർക്കാരിന്റെ കാലത്തേക്കാൾ 224% നികുതി വിഹിതം കേരളത്തിന് അധികം നൽകിയെന്ന് മന്ത്രി രാജ്യസഭയിൽ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെയുള്ള കേരളത്തിന്റെ സമരം ഡൽഹിയിൽ നടക്കുമ്പോഴാണ് നികുതി വിഹിത കണക്കുമായി മന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. ഈ കണക്കുകളെല്ലാം സുതാര്യമാണെന്നും ഇത്രയും പണം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കേരള സർക്കാരിന് പറയാമെന്നും നിർമ്മല സീതാരാമൻ ചൂണ്ടിക്കാട്ടി. UPA ഭരണകാലത്ത് നൽകിയ തുകയുമായി താരതമ്യപ്പെടുത്തിയായിരുന്നു വിശദീകരണം. 2014-24 NDA സർക്കാരിന്റെ കാലത്ത് 1,50,140 കോടി രൂപ നികുതി വിഹിതമായി കേരളത്തിന് നൽകിയെന്നാണ് നിർമ്മല സീതാരാമൻ വിശദീകരിക്കുന്നത്. 46,303 കോടി രൂപയാണ് UPA ഭരണകാലത്ത് നൽകിയ നികുതി വിഹിതമെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തിനിടെ NDA സർക്കാർ 1,43,117 കോടി രൂപയാണ് ഗ്രാൻഡായി നൽകിയത്. ഇത് UPA സർക്കാരിന്റെ കാലത്ത് 25,629 കോടി രൂപ മാത്രമായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഇതിൽ 458% വർധനവുള്ളത്. മൂലധന ചെലവിനുള്ള പ്രത്യേക ധനസഹായമായി 2020-21 82 കോടി, 2021-22 239 കോടി, 2022-23 1903 കോടിയും അധിക കടമെടുപ്പായി 18,087 കോടി രൂപയും NDA സർക്കാർ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. UPA സർക്കാരിന്റെ കാലത്തെ സാമ്പത്തിക സ്ഥിതി വിവരിക്കുന്ന ധവളപത്രം പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചിരുന്നു. UPA NDA സർക്കാരുകളുടെ 10 വർഷത്തെ താരതമ്യം ചെയ്യുന്ന 56 പേജുള്ള ധവളപത്രമാണ് സഭയിൽ വെച്ചത്. ഇതു സംബന്ധിച്ച് വെള്ളിയാഴ്ച വിശദമായ ചർച്ച ലോക്സഭയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മറ്റ് കേന്ദ്രമന്ത്രിമാരുടെയും അവകാശവാദം പോലെ മോദി 3.0 സംഭവിക്കുമെന്ന് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദി നേഷൻ സർവേ. എന്നാൽ 370-ൽ കൂടുതൽ സീറ്റുകൾ നേടുമെന്ന മോദിയുടെ അവകാശവാദത്തിൽ ചെറിയ തിരുത്തലുകൾ സർവേ പറയുന്നു. വിവിധ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന 35,801 പേരെയാണ് സർവേയിൽ ഉൾപ്പെടുത്തിയത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ NDA സഖ്യം 335 സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത്. ഇന്ത്യ മുന്നണി 166 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. കേവല ഭൂരിപക്ഷത്തിന് 272 സീറ്റുകളാണ് വേണ്ടത്. ജനങ്ങളുടെ മനസ്സറിയാൻ ഡിസംബർ 15 മുതൽ ജനുവരി 28 വരെയുള്ള തീയതികളിൽ നടത്തിയ സർവേയിലാണ് NDAക്ക് അനുകൂല ഫലം. ആകെയുള്ള 543 സീറ്റുകളിൽ BJP 304 സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ 1 സീറ്റ് BJP വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു. 2019-ൽ 52 സീറ്റുകൾ നേടിയ കോൺഗ്രസ് ഇത്തവണ 19 സീറ്റുകൾ കൂട്ടി 71 നേടുമെന്നാണ് റിപ്പോർട്ട്.
മറ്റ് പ്രാദേശിക പാർട്ടികളും സ്വതന്ത്രരും ചേർന്ന് 168 സീറ്റുകളും നേടിയേക്കുമെന്നാണ് പ്രവചനം. കേരളത്തിൽ BJP ഇത്തവണയും അക്കൗണ്ട് തുറക്കില്ലെന്നാണ് സർവേ ഫലം. ഇന്ത്യ മുന്നണി കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളും സ്വന്തമാക്കുമെന്നും പറയുന്നു. എന്നാൽ കഴിഞ്ഞ തവണ 83% ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ വോട്ട് ശതമാനമെങ്കിൽ ഇത്തവണ അത് 78% കുറയും. NDAയുടെ വോട്ട് 15% നിന്ന് 17% ഉയരും. കോഴിക്കോട് KSRTC ടെർമിനലിന്റെ നിർമ്മാണത്തിലെ അപാകത സംബന്ധിച്ച വിജിലൻസ് റിപ്പോർട്ടിൽ നടപടിയെടുക്കാതെ സർക്കാർ. വിജിലൻസ് CI നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര വീഴ്ച കണ്ടെത്തിയിരുന്നു. കരാറുകാരനും ആർക്കിടെക്റ്റിനുമെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ചിട്ടും നടപടിയുണ്ടായില്ല. ടെർമിനലിന്റെ ബലക്ഷയം പരിഹരിക്കാനുള്ള മദ്രാസ് IITയുടെ നിർദ്ദേശവും സർക്കാർ തള്ളി. 75 കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച കോഴിക്കോട് KSRTC ടെർമിനലിന്റെ നിർമ്മാണം 2015 പൂർത്തിയായതാണ്. എന്നാൽ ബലക്ഷയമുണ്ടെന്ന കണ്ടെത്തലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നായിരുന്നു മദ്രാസ് IITയുടെ നിർദ്ദേശം. ബലക്ഷയം പരിഹരിക്കാൻ മദ്രാസ് IIT മുന്നോട്ട് വെച്ച നിർദ്ദേശം ധനകാര്യ വകുപ്പിന്റെ ചീഫ് ടെക്നിക്കൽ എക്സാമിനർ തള്ളുകയായിരുന്നു. 33 കോടി ചെലവഴിച്ച് ബലക്ഷയം പരിഹരിക്കേണ്ടതില്ല, അതിന്റെ കുറഞ്ഞ ചെലവിൽ ബലക്ഷയം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. കെട്ടിടത്തിന്റെ അപാകതകൾ പരിഹരിക്കുന്നത് വൈകുന്തോറും സർക്കാരിനുണ്ടാകുന്നത് കോടികളുടെ നഷ്ടമാണ്. പ്രതിമാസം 43 ലക്ഷം വാടക ലഭിക്കേണ്ട കെട്ടിടമാണ് ഇപ്പോൾ അനാസ്ഥയുടെ ബലികുടീരമായി നിലകൊള്ളുന്നത്. മാലദ്വീപിൽ വിന്യസിച്ചിട്ടുള്ള ഇന്ത്യൻ സൈനികരെ പിൻവലിച്ച് പകരം സാങ്കേതിക വിദഗ്ധരെ നിയോഗിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ സൈനികരെ മാലദ്വീപിൽ നിന്ന് പിൻവലിക്കണമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രഖ്യാപനം. സൈനികരെ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട 2 രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികർക്കു പകരം സാങ്കേതിക വിദഗ്ധരെ നിയോഗിക്കും. ഇരു രാജ്യങ്ങളിലെയും അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 3ാമത്തെ യോഗം ഉടൻ നടക്കും. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഫെബ്രുവരി 2-ന് ന്യൂഡൽഹിയിൽ ഇരു കൂട്ടരുടെയും ഒരു സംയുക്ത ഉന്നതതല യോഗം നടന്നിരുന്നു. ഇന്ത്യ കൈമാറിയ 3 വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനു വേണ്ട കാര്യങ്ങൾ കണ്ടെത്താൻ ഇരു കൂട്ടരും തമ്മിൽ ധാരണയായതായി യോഗത്തിന് പിന്നാലെ ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യ നൽകിയ 2 സൈനിക ഹെലികോപ്റ്ററുകളും ഡോണിയർ വിമാനവും മാലദ്വീപ് സേനയുടെ ഭാഗമാണ്. ഇവയുടെ പ്രവർത്തനത്തിനും മാനുഷിക സഹായത്തിനുമായി ഇന്ത്യൻ സൈനികർ പ്രവർത്തിക്കുന്നത്. മാലദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരുടെ ആദ്യ സംഘത്തെ മാർച്ച് 10-ന് മുൻപും അവശേഷിക്കുന്നവരെ മെയ് 10-ന് മുൻപും മടക്കി അയക്കുമെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിദേശ സർവകലാശാലകൾക്ക് കേരളത്തിൽ അനുമതി നൽകുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കാൻ നിർദ്ദേശം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ളവർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഭരണ നേതൃത്വത്തിന് ഇടയിലെ ഭിന്നത ഒഴിവാക്കാനാണ് ഇത്തരമൊരു നീക്കം. ബജറ്റ് ചർച്ചയുടെ മറുപടിയിൽ ധനമന്ത്രി കൂടുതൽ വിശദീകരണം നൽകുമെന്നാണ് മുഖ്യമന്ത്രിയുടെയും CPM നേതൃത്വത്തിന്റെയും നിലപാട്. നാളത്തെ CPIM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിഷയം ചർച്ചയാകും. പാർട്ടി അറിവോടെയാണ് ധനമന്ത്രി പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. വിദേശ സർവകലാശാല വിഷയത്തിൽ ഇടത് മുന്നണിയുടെ മുൻ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി കൈക്കൊണ്ടതെന്ന വിമർശനം മുന്നണിക്ക് ഉള്ളിൽ തന്നെ ഉയരുന്നുണ്ട്. നേരത്തെ വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനെ LDF എതിർത്തിരുന്നു. വിദേശ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുമെന്ന ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെ വിമർശനവുമായി വിദ്യാഭ്യാസ വിദഗ്ധനും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ KN ഗണേഷ് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. വിദേശ സർവകലാശാലകൾ വാണിജ്യ സ്വഭാവമുള്ളവയാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു KN ഗണേഷിന്റെ വിമർശനം. വിദേശ സർവകലാശാല വിഷയത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലെന്ന് നേരത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു വ്യക്തമാക്കിയിരുന്നു. വിദേശ സർവകലാശാലകൾ കേന്ദ്ര നയത്തിന്റെ ഭാഗമാണെന്നും സംസ്ഥാന സർക്കാരിന് ഇതും യാതൊരു ബന്ധവുമില്ലെന്നായിരുന്നു നേരത്തെ LDF കൺവീനർ EP ജയരാജൻ പ്രതികരിച്ചത്. എന്നാൽ പഠനത്തിനായി വിദേശത്ത് പോകുന്നവരുടെ എണ്ണം കൂടുന്നതിനാൽ ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരളത്തിൽ ആരംഭിക്കണമെന്ന ആവശ്യമുണ്ടെന്നും ഇതുൾപ്പെടെ പരിഗണിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര മാറ്റം കൊണ്ടുവരുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ KPCC നടത്തുന്ന ജനകീയ പ്രക്ഷോഭ ജാഥ സമരാഗ്നിക്ക് ഇന്ന് തുടക്കം. കാസർഗോഡ് നിന്ന് ആരംഭിക്കുന്ന സംസ്ഥാനതല ജാഥ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ദേശീയ സംസ്ഥാന നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. 14 ജില്ലകളിലൂടെ കടന്നുപോകുന്ന യാത്ര ഈ മാസം 29-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ചേർന്നാണ് ജനകീയ പ്രക്ഷോഭ യാത്ര നയിച്ചത്. വിദ്യാനഗറിലെ നഗരസഭാ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4 മണിക്കായിരുന്നു ഉദ്ഘാടനം.
കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി, രമേശ് ചെന്നിത്തല, ശശി തരൂർ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയവരും മറ്റ് ദേശീയ സംസ്ഥാന നേതാക്കളും പരിപാടിയുടെ ഭാഗമായി. 14 ജില്ലകളിലായി ജനകീയ ചർച്ചാ സദസ്സുകളും 32 പൊതുസമ്മേളനങ്ങളും ഈ യാത്രയോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. കോഴിക്കോട് കടപ്പുറത്തും കൊച്ചി മറൈൻ ഡ്രൈവിലും തൃശൂർ തേക്കിൻകാട് മൈതാനിയിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തും ഇതിന്റെ ഭാഗമായി റാലികൾ സംഘടിപ്പിക്കും. 15 ലക്ഷത്തോളം പേർ സമരാഗ്നിയിൽ പങ്കുചേരുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. 29-ന് തിരുവനന്തപുരം പുത്തിരിക്കണ്ടം മൈതാനത്ത് പൊതുസമ്മേളനത്തോടെയായിരിക്കും സമരാഗ്നി സമാപിക്കുക. യുക്രൈനിൽ റഷ്യയെ പരാജയപ്പെടുത്തുന്നത് അസാധ്യമാണെന്നും മോസ്കോയുടെ പ്രാദേശിക നേട്ടങ്ങൾ നാറ്റോ അംഗീകരിക്കണമെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. യുദ്ധകളത്തിൽ റഷ്യയോട് തോൽവി ഏറ്റുവാങ്ങുമെന്നതിനാൽ കോലാഹലവും നിലവിളിയും ഉയർന്നു തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. US മാധ്യമപ്രവർത്തകനായ ടക്കർ കാൾസന് നൽകിയ അഭിമുഖത്തിലാണ് പുടിൻ നിലപാട് വ്യക്തമാക്കിയത്. 2022 ഫെബ്രുവരിയിൽ യുക്രൈനെ ആക്രമിക്കാനുള്ള തന്റെ തീരുമാനത്തെ ന്യായീകരിച്ചാണ് അഭിമുഖത്തിൽ ഉടനീളം പുടിൻ സംസാരിച്ചത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ സഹായം ഉണ്ടായിരുന്നിട്ടും റഷ്യയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും പുടിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. യുക്രൈനുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം പാശ്ചാത്യ മാധ്യമപ്രവർത്തകനുമായി പുടിൻ നടത്തുന്ന ആദ്യ അഭിമുഖമാണിത്. യുദ്ധത്തിന് പിന്നാലെ രാജ്യാന്തര മാധ്യമങ്ങളുമായി അകലം പാലിക്കാൻ പുടിൻ ശ്രമിച്ചിരുന്നു. 2 മണിക്കൂറോളമാണ് ടക്കർ കാൾസന് പുടിൻ അഭിമുഖം നൽകിയത്. റഷ്യ പോളണ്ടിനെയോ ലാത്വിനെയോ ആക്രമിക്കോ എന്നത് ചോദ്യമല്ല. യുക്രൈനിൽ യുദ്ധം വിപുലീകരിക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യവുമില്ല. വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ടർ ഇവാൻ ഗെർഷ്കോവിച്ചിനെ മോചിപ്പിക്കാനുള്ള ഒരു കരാർ സാധ്യമാണ്. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരു വിലക്കുമില്ല. ഞങ്ങൾ അത് പരിഹരിക്കാൻ തയ്യാറാണ്. ഒരു കരാറിലെത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുവെന്നും പുടിൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ചാരവൃത്തി ആരോപിച്ച് ഗെർഷ്കോവിച്ചിനെ തടവിലാക്കിയത്. മൗണ്ട് സിയോൺ ലോ കോളേജ് നിയമ വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച കേസിൽ ഡിവൈഎഫ്ഐ നേതാവ് ജെയ്സൺ ജോസഫിന്റെ ഹർജി സുപ്രീം കോടതിയും തള്ളി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തായിരുന്നു സുപ്രീം കോടതിയെ സമീപിച്ചത്. ജനുവരി 9-ന് ഹൈക്കോടതി ജാമ്യം തള്ളിയിട്ടും CPM പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ ജെയ്സനെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല. പെൺകുട്ടിയെ മർദ്ദിച്ചിട്ടില്ലെന്നാണ് ജെയ്സന്റെ വാദം. ജനുവരി 9-നാണ് CPM പെരുന്നാട് ഏരിയ കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ നേതാവുമായ ജെയ്സൺ ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. പാർട്ടി പരിപാടികളിലടക്കം ജെയ്സൺ സജീവമായിട്ടും ഒളിവിലെന്ന ആറന്മുള പോലീസിന്റെ വാദം ഒത്തുകളിയെ തുടർന്നെന്നാണ് മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിയുടെ ആക്ഷേപം. പോലീസിനെതിരെ ജില്ലാ കോടതിയിൽ വിദ്യാർത്ഥിനി ഹർജി നൽകിയിട്ടുണ്ട്. അതേസമയം ഡിസംബർ 20-ന് മൗണ്ട് സിയോൺ ലോ കോളേജിൽ വെച്ച് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചുവെന്ന പരാതി കളവാണെന്ന് ആരോപണ വിധേയനായ ജെയ്സൺ ജോസഫ് പറയുന്നു. പെൺകുട്ടിക്ക് ഒരു കുഴപ്പവുമില്ലാതെ കോളേജിൽ നിന്ന് പുറത്തു പോകുന്നത് CCTVയിൽ വ്യക്തമാണെന്നും ദൃശ്യങ്ങൾ പുറത്തുവിട്ട് നേരത്തെ ജെയ്സൺ അവകാശപ്പെട്ടിരുന്നു. അണ്ടർ-19 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. രണ്ടാം സെമിയിൽ പാകിസ്ഥാനെതിരെ 5 പന്തുകൾ ബാക്കി നിൽക്കെ 9 വിക്കറ്റ് നഷ്ടത്തിൽ ഓസീസ് വിജയത്തിലെത്തുകയായിരുന്നു. ഫെബ്രുവരി 11 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30-ന് ബെനോനിയിലാണ് ഫൈനൽ പോരാട്ടം. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 48.5 ഓവറിൽ 10 വിക്കറ്റ് നഷ്ടത്തിൽ 179 റൺസ് നേടി. 52 റൺസ് വീതം നേടിയ ഹസൻ അർവൈസും അറാഫത്ത് മിൻഹാസുമാണ് പാക് നിരയിൽ അർദ്ധ സെഞ്ചുറി കുറിച്ചത്. ഷാമിൻ ഹുസൈൻ 17 റൺസ് നേടി. മറ്റാർക്കും 2 അക്കം തികയ്ക്കാനായില്ല. 9.5 ഓവറിൽ 24 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 6 വിക്കറ്റുകൾ കൊയ്ത ഓസ്ട്രേലിയൻ ബോളർ ടോം സ്ട്രാക്കറുടെ പ്രകടനം നിർണായകമായി. മറുപടി ബാറ്റിംഗിൽ ഓപ്പണർ ഹാരി ഡിക്സൺ ഓസ്ട്രേലിയയ്ക്കായി അർദ്ധ സെഞ്ചുറി തികച്ചു. 75 പന്തുകൾ നേരിട്ട താരം 50 റൺസ് എടുത്ത് പുറത്തായി. 75 പന്തിൽ 49 റൺസ് എടുത്ത ഒലിവർ പീക്കും ബാറ്റിംഗിൽ തിളങ്ങി. ടോം ക്യാമ്പൽ 25-ഉം സാം കോൺസ്റ്റാസ് 14-ഉം റാഫ് മക്മില്ലൻ 19 റൺസ് എടുത്ത് ഓസ്ട്രേലിയയ്ക്കായി 2 അക്കം പിന്നിട്ടു. പാക് ബോളർമാരിൽ 10 ഓവറിൽ 34 റൺസ് വിട്ടുകൊടുത്ത് അലി റാസ 4 വിക്കറ്റ് നേടി. 10 ഓവറിൽ 20 റൺസ് നൽകി അറാഫത്ത് മിൻഹാസ് 2 വിക്കറ്റ് സ്വന്തമാക്കി. ഓസീസ് ബോളർ ടോം സ്ട്രാക്കറാണ് കളിയിലെ താരം. തുടർച്ചയായ 5-ാം വർഷമാണ് ഇന്ത്യ അണ്ടർ-19 ലോകകപ്പിന്റെ ഫൈനൽ കളിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ സെമി പോരാട്ടത്തിൽ ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ 2 വിക്കറ്റുകൾക്ക് തോൽപ്പിച്ചിരുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 7 വിക്കറ്റ് നഷ്ടത്തിൽ 244 റൺസ് എടുത്തു. മറുപടിയിൽ 48.5 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ വിജയത്തിലെത്തി. ലോകകപ്പിൽ ഒരു മത്സരവും തോൽക്കാതെയാണ് ഫൈനൽ വരെയുള്ള ഇന്ത്യൻ കുതിപ്പ്. ഓസ്ട്രേലിയയും ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല. സൂപ്പർ 6 റൗണ്ടിൽ വെസ്റ്റ് ഇൻഡീസ് ഓസീസ് മത്സരം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.